ഒരിക്കൽ ബോംബെ വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിൽ നിന്ന് കണ്ടുകിട്ടിയ ഒരു പേഴ്സ് സഹോദരൻ നസറുദ്ദീൻ വാഹിദ് അതിന്റെ ഉടമയായ അറബിയെ തേടിപ്പിടിച്ചേൽപ്പിച്ചു. അതിന്റെ സന്തോഷത്തിൽ അയാൾ നസറുദ്ദീന് തന്റെ വിസിറ്റിംഗ് കാർഡ് നൽകി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞു. ബഹ്റൈനിലെ അൽ ആലി വാണിജ്യ ഗ്രൂപ്പിന്റെ ഉടമകളിൽ ഒരാളായ അഹമ്മദ് മൻസൂർ ആലി ആയിരുന്നു അത്. നസറുദ്ദീന് ബഹ്റൈനിൽ വലിയ ജോലി അദ്ദേഹം വാഗ്ദാനം ചെയ്തു. എന്നാൽ ജോലിക്ക് പകരം കമ്പനിയിലേക്ക് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനുള്ള കരാറായിരുന്നു നസറുദ്ദീൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. അഹമ്മദ് മൻസൂർ ആലി സന്തോഷത്തോടെ സമ്മതിച്ചു. ലൈസൻസ് നേടി നസറുദ്ദീൻ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചു. അന്ന് അജ്മാനിലെ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്ന തഖ്യുദ്ദീനെയും വിളിച്ചു. തഖ്യുദ്ദീനും നസറുദ്ദീനും ചേർന്ന് ഒരു റിക്രൂട്ട്മെന്റ് കമ്പനി തുടങ്ങിയതോടെ ഈസ്റ്റ് വെസ്റ്റിന് ചിറകുകൾ മുളച്ചു. ഒറ്റമുറിയിലെ റിക്രൂട്ട്മെന്റ് കമ്പനിയിൽ നിന്നും ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനിയായി ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് വളർന്നതെങ്ങനെ? ആകാശം കീഴടക്കാനുള്ള തഖ്യുദ്ദീന്റെ പരിശ്രമങ്ങൾ വിജയിക്കുമോ? കണ്ടറിയാം AI ദൃശ്യമികവിൽ റിപ്പോർട്ടർ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൽ.